ഇതാണപ്പോൾ ഇന്ത്യ ഗേറ്റ്. ഇതാണ് രാഷ്ട്രപതി ഭവൻ്റെ ഉള്ളിലുള്ള 100, 200 ആ റേറ്റിനൊക്കെ ഉള്ളൂ എല്ലാ. ഗൈസ്, സെക്കൻഡ് ഡേ ഓഫ് ദില്ലിയാണ്. നമ്മൾ രണ്ടാമത്തെ ദിവസമായി ഇവിടെ. ഇപ്പോൾ ഉച്ചയായി സമയം. രാവിലെ നമ്മൾ ഇറങ്ങിയതാണ്. രാവിലെ അക്ഷർധാം ടെമ്പിളിലാണ് പോയത്. അപ്പോൾ അവിടെ വീഡിയോ കാര്യങ്ങളൊന്നും അല്ലല്ലോ, വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് അതിന് ശേഷം ഇപ്പം ഇന്ത്യ ഗേറ്റ് കാണാനായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കാണ് വ്ളോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇന്നലെ നിങ്ങൾ കണ്ടത് ഹുമയൂൺസ് ടോംബും പിന്നെ അതുപോലെ തന്നെ കുത്തബ് മിനാറും സരോജിനി മാർക്കറ്റിലെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിരുന്നു. പിന്നെ ദില്ലി ഹാത്തൊക്കെയാണ് കണ്ടത്. സരോജിനി മാർക്കറ്റിലൊന്നും നമുക്ക് ഒരുപാട് നേരം വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, കാരണം ഫോണും ക്യാമറയൊക്കെ പിന്നെ ഞാൻ ചോർ ബസാറിൽ പോയി വാങ്ങേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കൂടുതൽ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് മാർക്കറ്റിൻ്റെയൊക്കെ വീഡിയോസ് കുറച്ച് കുറയുന്നത്. അപ്പം ഇന്ന് കാണാൻ പോണത് ഇന്ത്യ ഗേറ്റിൽ നമ്മൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർക്കിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. എൻ്റെ അശ്വന്ത് പുറകെ നടന്നു വരുന്നുണ്ട്. അശ്വന്തിൻ്റെ പുറകെ ഉണ്ട് ക്യാമറാമാൻമാർ പുറകെ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ പാർക്കിലാണുള്ളത്. ഇന്ത്യ ഗേറ്റിലേക്ക് വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. നേരത്തെ വീഡിയോ കാണാത്തവർ അത് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ മുമ്പ് ഇന്ത്യ ഗേറ്റിൽ വന്നിട്ടുണ്ട്. കോളേജ് ട്രിപ്പ് ആ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ കാണും. കോളേജ് ട്രിപ്പിൽ ഇന്ത്യ ഗേറ്റ് വന്നിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ട്, ഡീറ്റെയിൽഡായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് സബ് കുച്ച് മിലേഗ. അപ്പോൾ കണ്ടില്ലേ, ഗാർഡൻ സ്പേസിലാണ് നമ്മളുള്ളത്. ഇവിടെ ഒരുപാട് പേര് ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. 30 രൂപ 40 രൂപയൊക്കെ ഉള്ളൂ. നമുക്ക് ഫോണിലൊക്കെ അയച്ചു തരും. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ആ ഒരു ഏരിയയിലാണ്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ഇത് കണ്ടോ, കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, കാര്യമൊന്നുമില്ല, നമ്മൾ മൈൻഡ് ചെയ്യുന്നത്. കണ്ടോ, നല്ല വെയിലുണ്ട്. ഉച്ച സമയമായതുകൊണ്ട് നമ്മൾ അക്ഷർധാം ടെമ്പിളിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ട് നല്ല വെയിലും കാര്യങ്ങളുണ്ട്. കണ്ടോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ ഗേറ്റ് കാണാൻ പറ്റും. ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് അവിടെയാണ് രാഷ്ട്രപതി ഭവൻ. കണ്ടില്ലേ, ഈ നടുക്കൂടുള്ള ഈ റോഡ് നേരെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നതാണ്. ആ കാണുന്നത് രാഷ്ട്രപതി ഭവനാണ്. അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ കാണുന്നതാണ് ഇന്ത്യ ഗേറ്റ്. നമുക്കപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തോട്ട് പോകാം. ഓക്കെ, സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആഗ്രഹിക്കാത്തൊരു സെലിബ്രിറ്റിയാണ്. ഇവൻ്റെ കൂടെ നടന്ന് എല്ലാവരും ഫോട്ടോ എടുത്ത് കൊടുക്കുക. ഈ ഫോട്ടോ നമുക്ക് ഫോണിൽ അയച്ചു തരുന്നതിന് 30 രൂപ. ഇവിടെ വരുന്നുണ്ട, എന്ത് കണ്ടിട്ടാണ് അത് വിളിച്ചോണ്ട് വരുന്നത്? ഉള്ള വള്ളിയെല്ലാം ചോദിച്ചോണ്ട് എവിടെ തറ അത് ഇതൊക്കെ കൊണ്ടുവരുന്നത്? ഞാൻ ആരായിട്ടോ ഇതേപോലെ എല്ലാത്തിനും ചോദിച്ചോണ്ട് ഓടിപ്പോണോ? നിന്റെ ഫോട്ടോ എടുക്കാനാ? കണ്ടോ, നേരെ ഓടിപ്പോണോ? ഫോട്ടോ എടുക്കാൻ പോവേ? കണ്ടോ ഫോട്ടോ എടുക്കുന്നുണ്ടോ? ഫോട്ടോ എടുക്കുന്നതാ നിന്റെ. ആ ഓക്കെ, അപ്പം നിങ്ങളെ പടയി നമുക്കപ്പം നേരെ ഇന്ത്യ ഗേറ്റിൻ്റെ ഭാഗത്തോട്ട് അടക്കാം. ഭയങ്കര വെയിലാണ്, ഒടുക്കത്തെ വെയിൽ. അയ്യോ, ഇന്ത്യ ഗേറ്റൊക്കെ കണ്ടില്ലേ, വെയിലൊക്കെ കൊണ്ട് നല്ല തിളങ്ങി നിൽക്കുക. എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുക. ഇപ്പം നല്ലൊരു ക്ലൈമറ്റാണ്, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഫോട്ടോസ് കിട്ടും. അല്ലേ, ഇതാണപ്പോൾ ഇന്ത്യ ഗേറ്റ്. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാ ഡീറ്റെയിൽസും. കണ്ടില്ലേ, നല്ല വെയിലൊക്കെ ഉണ്ട്, നല്ല കാറ്റും ഉണ്ട്. അതുപോലെ എന്താ, ഇവിടെ 2 ഫൗണ്ടെയിനൊക്കെ ഉണ്ട്, ഈ സൈഡും അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഫൗണ്ടെയിനൊക്കെ ഉണ്ട്. ഇന്ന് ഒരുപാട് സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ട്. കണ്ടോ, സ്കൂൾ പിള്ളേരെയൊക്കെ ഒരുപാട് വരുന്നത് കണ്ട്. ഇതിപ്പം ഈ ട്രിപ്പും അങ്ങനെ ഈ ടൂറൊക്കെ കൊണ്ടുപോകുന്നൊരു സമയമാണല്ലോ ഈ ടൈം. വേണമല്ലോ ഈ സൈഡിൽ നിന്നൊക്കെ ഇത് ഏതൊക്കെയോ സ്കൂളിലെ പിള്ളേരാണ്. അപ്പുറ സൈഡിൽ നിന്നൊക്കെ കുറേ സ്കൂൾ പിള്ളേരാണ്. ഇന്ന് പോയ നമ്മൾ കണ്ടതെല്ലാം സ്കൂൾ പിള്ളേരാണ്, കുറേ പേരുണ്ടായിരുന്നു. ഇവിടെ നിന്നൊരു ഓട്ടോ എടുത്തിട്ട് രാഷ്ട്രപതി ഭവനിലെ അമൃത് ഉദ്യാൻ എന്ന് പറയുന്ന ഒരു ഗാർഡൻ കാണാൻ വേണ്ടി പോകണം. അതിപ്പോൾ ഓപ്പണാണ്. അത് എല്ലാ വർഷവും ഓപ്പൺ ആകുമെന്നാണ് തോന്നുന്നത് ഈ ഒരു സമയത്ത്. ഈ കൊല്ലം അതിൻ്റെ ടൈമിങ് ഫെബ്രുവരി അവസാനം തൊട്ട് മാർച്ച് അവസാനം വരെ എങ്ങാണ്ടാണ് അതിൻ്റെ ടൈമിങ്. എന്ന് വെച്ചാൽ ബാക്കി പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ആക്കി കൊടുക്കുന്ന ടൈമാണ്. അപ്പം അതിന് ഫ്രീ ടിക്കറ്റാണ്. നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് സ്ലോട്ട് അലോട്ട് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് ആ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കയറാം. അപ്പോൾ നമ്മളിപ്പോൾ 3 മണിയായി സമയം. 3 മണിക്കുള്ള സ്ലോട്ടാണ്. ഇപ്പോഴാണ് ബുക്ക് ചെയ്തത്. ബുക്ക് ചെയ്യണമെന്നുള്ളത് ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ബുക്ക് ചെയ്യണമെന്നുള്ളത് നമുക്ക് നെറ്റിൽ കൂടെ കയറി അല്ല ഗൂഗിളിൽ കയറിയിട്ട് ബുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലൊരു ടിക്കറ്റ് കിട്ടും. കണ്ടോ, ടിക്കറ്റ് പാസ് കിട്ടും. ഫ്രീ ആണ് ടിക്കറ്റ് പാസ് എന്ന് പറയുന്നത്.
നമുക്ക് ജസ്റ്റ് 3 മണിക്ക് അങ്ങോട്ട് ചെന്നാൽ മതി. എന്നിട്ട് ഈ ഒരു പാസ് കാണിച്ചാൽ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് അവിടുത്തെ ഗാർഡൻ നമുക്ക് കാണാൻ പറ്റും. അതെന്ന് പറയുമ്പോഴത്തേക്ക് പണ്ടത്തെ മുഗൾ ഗാർഡനാണ്. അതപ്പം രാഷ്ട്രപതി ഭവൻ ഉള്ളിലായതുകൊണ്ട് തന്നെ പബ്ലിക്കിന് അലൗഡ് അല്ല. ഇതുപോലെ വർഷത്തിൽ കുറച്ച് സമയത്തെങ്ങാണ്ടാണ് അത് ഓപ്പൺ ആവുന്നത്. ഇപ്പോൾ അത് അവിടുത്തെ പൂക്കളൊക്കെ വിരിയുന്നൊരു സമയമാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. എന്തായാലും ഇന്ത്യ ഗേറ്റിൽ വന്നില്ല. അപ്പോൾ എൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് അല്ലേ രാഷ്ട്രപതി ഭവൻ, അവിടോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഗേറ്റ് നമ്പർ 35 നമുക്ക് എൻട്രി തന്നേക്കുന്നത്. കണ്ടോ, ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഗേറ്റ് നമ്പർ 35 ആണ്. 2 പേർക്കുള്ള പാസ്സാണ്. അപ്പോൾ നേരെ അങ്ങോട്ട് പോകാം. നമ്മളിവിടെയുള്ള അണ്ടർഗ്രൗണ്ടിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക. അണ്ടർഗ്രൗണ്ട് സബ്വേയിലൂടെ നടന്ന് ഇപ്പുറത്ത് നിന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു ഓട്ടോ പിക്ക് ചെയ്യണം. ഓട്ടോ പിക്ക് ചെയ്ത് നമുക്ക് ഗേറ്റ് നമ്പർ 35 നമ്മൾ ഗേറ്റ് നമ്പർ 35 വഴി അകത്ത് കയറി. ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം അകത്ത് കയറി. ഇവിടെ നിന്ന് അങ്ങോട്ട് ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ വന്നിട്ട് നമുക്ക് ഓഫ്ലൈൻ ടിക്കറ്റും എടുക്കാം, അതുപോലെ ഓൺലൈൻ ടിക്കറ്റും എടുക്കാം. ഇവിടെ എല്ലാം പോലീസുകാരും പട്ടാളക്കാരും ഒക്കെയാണ്. ഫുള്ള് ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാഗെല്ലാം നമ്മൾ അകത്ത് കൊടുത്തിട്ട് കയറാം. ഇവിടെ കണ്ടില്ലേ, പൂക്കളൊക്കെ കണ്ടില്ലേ. ഇതാണ് രാഷ്ട്രപതി ഭവൻ്റെ ഉള്ളിലുള്ള ഒരു മുഗൾ ഗാർഡൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇതിനകത്തെത്തി. അമൃത് ഉദ്യാൻ എന്ന് പറയുന്ന ഗാർഡൻ ഇതാണ്, കണ്ടോ, ഇതിനകത്താണ്. നമ്മൾ കുറേ നടന്നിങ്ങാണ് കയറി വന്നത്. ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ആ രാഷ്ട്രപതി ഭവൻ്റെ നമ്മളെ വെളിയിൽ നിൽക്കുമ്പോഴത്തേക്ക് ഈ ആ ഒരു ഡോമൊക്കെ കണ്ടിട്ടുള്ളൂ. നമ്മൾ ആ റോട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് ചെറുതായിട്ട് കണ്ടുള്ളൂ. നമ്മളിപ്പോൾ വേണ്ട അതിൻ്റെ ഉള്ളിലാണ്. ഇവിടെ ഫുള്ള് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വീഡിയോ ക്യാമൊന്നും ഇതിനകത്ത് അലൗഡ് അല്ല അല്ലേ. ഇവിടെ മൊത്തം പൂക്കളൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. നടുക്കൊരു ഫൗണ്ടൈനും ഒക്കെ ഉണ്ട്. ഈ വരുന്ന വഴിക്കും അതുപോലെ കുറേ ഗാർഡനുകളൊക്കെ ഉണ്ട്, കൊച്ചു കൊച്ചു ഗാർഡനുകളൊക്കെ. ഇത് സ്റ്റാർട്ട് ചെയ്തത് ഫെബ്രുവരി 6 തൊട്ട് മാർച്ച് 8 വരെ എങ്ങാണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗത്തെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തൊക്കെ വേറെ എന്തൊക്കെയോ ഇനി വരാനൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ഡേറ്റിനുള്ളിൽ അതൊക്കെ അവർ ഫിക്സ് ചെയ്ത് സെറ്റാകും. നമ്മൾ കരോൾ ബാഗ് മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങി. ഇനി ഇവിടുന്ന് ഈ റോഡ് നേരെ പോണത് കരോൾ ബാഗ് മാർക്കറ്റിലാണ്. ഇറങ്ങി വന്നപ്പോൾ തന്നെ ഇവിടെ കുറേ ബുക്ക് സ്റ്റോളുകളും ഹോൾസെയിൽ ബുക്കിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഫുഡിൻ്റെ കുറേ ഷോപ്പുകളുണ്ട്. കരോൾ ബാഗ് മാർക്കറ്റിൽ എൻ്റർ ആയി ഗൈസ്. വേണ്ട ഇവിടെ കണ്ടില്ലേ കച്ചവടങ്ങളൊക്കെ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സൈഡിൽ കുറേ ഷോപ്പുകളൊക്കെ, ഈ സൈഡിലാണ് സ്ട്രീറ്റ് മാർക്കറ്റുള്ളത്. കണ്ടോ, ഇവിടെ എല്ലാം പ്രൈസ് കണ്ടില്ല. എല്ലാം 200, 250, 300, എല്ലാം 300-നകത്തൊക്കെയാണ് റേറ്റ്. പെമ്പിളേറെ സാധനങ്ങളൊക്കെ കൂടുതൽ ഇവിടെ മാർക്കറ്റിലെല്ലാം കൂടുതലുള്ളത്. അവരുടെയൊക്കെ ഭയങ്കര ചീപ്പ്. 50 രൂപ തൊട്ട് 30 രൂപയൊക്കെ വരുന്നുണ്ട്. 30, 40, 50 ആ റേഞ്ചിലൊക്കെ ഉണ്ട്. ആണുങ്ങൾക്ക് ഉള്ളതൊക്കെ ഒരു 150, 200 ആ റേഞ്ചിലൊക്കെയാണ്. കണ്ടല്ലോ ഇവിടെ ഒരുപാടുണ്ട് മാർക്കറ്റ്. അങ്ങോട്ട് നടക്കാനായിട്ട് ഒരുപാടുണ്ട്. നമ്മൾ കയറിയിട്ടേ ഉള്ളൂ. കണ്ടോ, ഇതൊക്കെ കണ്ടോ, എല്ലാം 100, 200 ആ റേറ്റിനൊക്കെ ഉള്ളൂ എല്ലാ സാധനങ്ങളും. കണ്ണാടിയും വാച്ചും. ഈ വാച്ചൊക്കെ കണ്ടില്ല, ഈ വാച്ചെല്ലാം 100, 200ഒക്കെ. പക്ഷെ പറയുമ്പം 1000, 900 ഒക്കെ പറയും. പക്ഷെ 100, 200 കിട്ടും. നമ്മൾ സംസാരിച്ചങ്ങ് എടുത്താൽ മതി. ഇവിടെ എല്ലാം ഭയങ്കര ചീപ്പ് റേറ്റാണ് സാധനങ്ങൾ. നല്ല മാർക്കറ്റിൽ നല്ല തിരക്കുണ്ട്. ഗൈസ്, കരോൾ ബാഗ് കണ്ട് തിരിച്ച് ഞങ്ങൾ കരോൾ ബാഗ് മെട്രോ സ്റ്റേഷനിൽ എത്തി. ഇനി തിരിച്ച് നമുക്ക് റൂമിലോട്ട് പോവാം. ഒരുപാട് നടന്ന് ക്ഷീണിച്ച് നമ്മളെ മെട്രോ അതാ വന്ന്. അപ്പം ഇന്നത്തേക്കുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ. പോട്ടെ. ബൈ 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 ബൈ. മെട്രോ ആകെയാ ബൈ ബൈ.